എന്താണ് ഈ സംഭവം? എന്താ സംഗതി അത്? എടാ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ കോലം കെട്ടി എന്റെ മുമ്പിൽ വന്ന ആളെ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ലേ? അമ്മാവാ, എന്താ മാവൻ? നിന്റെ മാവനാണോ ഞാൻ? ഇത് എന്താ കോലം? എനിക്ക് മനസ്സിലാകുന്നത്. എന്താ നിന്റെ ഉദ്ദേശം? നാടൻ പാട്ടിലെ ചക്കിപ്പരന്ത്. നാടൻ പാട്ടിലെ ചക്കിപ്പരന്ത്. ചക്കിപ്പരുന്ന് നാടൻ പാട്ടിലെ? എടാ ഇത് നാടൻ പാട്ടിലെ ചക്കിപ്പരുന്നാണോ? ഇത് അറബി നാട്ടിലുള്ള ഏതോ മരുഭൂമി കിടക്കുന്ന കൊളകോഴിയല്ലേ? എനിക്ക് പോടാ, എടുത്തോണ്ട് പോകും. വേഷം കൊണ്ട് വന്ന ആഴ്ചയിലും ചെവിക്കലി കാണിച്ച് പറയും. പോടാ എന്റെ മുമ്പിൽ ഇതാ. അളിയന്റെ മോള് മാലതി പെണ്ണാണ് വേണ്ടി ഒരു ചെറുക്കൻ വരിക. ചെറുക്കൻ സൂപ്പർ പാട്ടുകാരനാ. വെറും പാട്ടുകാരനല്ല, റാപ്പ് പാട്ടുകാര്. നീ പറ്റുമെങ്കിൽ ഈ വേഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് റാപ്പ് പാട്ടും പഠിച്ചോണ്ടോ ഒരു കൈ നോക്കാം. എന്നാ എങ്കിൽ ശരി, ഞാൻ റാപ്പ് സോങ് പഠിച്ചിട്ടേ ഞാൻ വരുന്നുള്ളൂ. അമ്മാവാ, ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്റെ കഴിവേ പഠിപ്പിച്ചു തരാം കേട്ടോ. എനിക്ക് മാലതി കെട്ടി ചെന്നില്ലെങ്കിലാ നീ പാട്ട് പഠിച്ചോടാ. പോടാ. എന്ത് കഷ്ടമാന്നോർത്ത്. ദൈവമേ, എന്റെ സമിതി പൊളിയോന്ന് എനിക്ക് പേടി. ഈശ്വര, എന്റെ മോളെ പെണ്ണ് കാണാൻ വരുന്ന ദിവസമാണേ. എല്ലാം ഭംഗിയായിട്ട് നടത്തി തരണേ. പരിപാടി കാണാൻ വന്നിരിക്കുന്ന മുത്തച്ഛന്മാരെ, എന്റെ മുത്തശ്ശിമാരെ, പരിപാടി പൊളിഞ്ഞാൽ കാക്കണവേ നോക്കണവേ. എന്നാ മധുരമായ ശബ്ദമാ. അതിന്റെ ഇടയ്ക്ക് ഒരു മുട്ടക്കാട്ടം വെള്ളിയും. ആശനെ അനുഗ്രഹിക്കണം. അനുഗ്രഹിച്ചു ചെറിയ ആക്കുന്നെങ്കിലും ചെറിയ അനുഗ്രഹം തന്നിരിക്കുന്നു. എന്തായാലും ആശനെ കാണുമ്പോ ചോദിക്കണമെന്ന് ഓർത്താ. ഈ പാടാനുള്ള സിദ്ധി ജന്മന കിട്ടിയതാണോ? അല്ലല്ലേ, ഈ പാരമ്പര്യമായിട്ട് ചുരുങ്ങി കിട്ടിയതാ. അപ്പനെ പോകുമ്പോഴായിട്ട് കിട്ടിയതാ, വലിച്ചെറിഞ്ഞു. അപ്പൊ അതുകൊണ്ടല്ലേ ഞങ്ങളുടെ ഈ കുടുംബം ഒരു കലാസമിതി ഇട്ടിരിക്കുന്നത്, വാഴത്തട കലാസമിതി. അതിന്റെ സമിതിയാ വാഴത്തട. അതെ അതെ. അപ്പൊ ചേച്ചിയും മക്കളും എല്ലാരും അഭിനയിക്കുന്നു. എല്ലാരും. പിന്നെ അവിടെ മുടിയാട്ടം കണ്ടിട്ടുണ്ടോ? ഇല്ല. അസാധ്യ മുടിയാട്ടോ. അവള് മുടി ആടി ആടി വേദി നിറച്ച് പേനോ ഫാൻ ആൾക്കാരെ, ആരാധകര്. അതെ, ആരാധകരാന്ന് പറഞ്ഞത്. അപ്പൊ എന്താ നീ ബാക്കി കാര്യങ്ങൾ ചേച്ചിയെ വിളിക്കാം. അങ്ങനെ വിളിച്ചാൽ നമ്മള് വരത്തില്ല. അവളെ വിളിക്കണ ഒരു പാട്ട്, ഒരു ചെറിയ ടൂൺ ഇട്ട് കൊടുക്കണം, എങ്കിലേ അവള് വരത്തുള്ളൂ. വിളിക്ക്. എന്നാ കൊല്ലണ്ട, ഒരു കാര്യം ചെയ്യാം. എന്റെ തലയിലോട്ട് കയറട്ടെ. ഇങ്ങോട്ട് വന്ന് കയറുമ്പോ വിളിച്ചത് വരുന്നവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ കഴിക്കുന്ന ആഹാരം? നല്ല സൂപ്പർ സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എടാ, ഇനി ഒരു വർത്താനം കേട്ട് കഴിഞ്ഞാണ്ടല്ല, എന്തോ എന്നോട് അടുക്കള വന്നൊന്ന് സഹായിച്ച പോലെ ഒരു ഉള്ളി പൊളിച്ചു തരാല, ഒരു സാധനം ചെയ്തിട്ടുണ്ട്. ഞാനൊരു കലാകാരനാ, കലക്ക് വിലയിടല്ലേ. ഞാൻ വിലയിടണല്ല, കടയിൽ നിന്ന് പറ്റി മേടിക്കുന്ന സാധനങ്ങൾക്കേ കടക്കാരൻ രവിച്ചേട്ടൻ വിലയിടുന്നുണ്ട്. രവിയല്ലേ, രവിച്ചേട്ടൻ. ചെറുക്കനും കൂട്ടി നമ്മളെ മോള് മാലയെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയെന്ന്. ആഹാരം എടുത്ത് വെക്കടി. അളിയും പോയിട്ട് നാളെ കഴിഞ്ഞു അളിനെ അവിടെ പോകുന്നത്. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. വിളിച്ചോണ്ട് പോവാ. എല്ലാം എടുത്ത് വെച്ചോണം കേട്ടോ. ഇരുമ്പിന്റെ കഷ്ണം താക്കോല വല്ലതും ഉണ്ടോ? എന്തിനാ അവരുടെ കൈ കൊടുക്കും. ചുള്ളി. എന്റെ അളിയത് തൊഴിലല്ല, ചെറുക്കനെ വലിയ റാപ്പുകാരനാ. ഇങ്ങോട്ട് വന്നേ. എന്തളിയാ റേപ്പ് ചെയ്യുന്നതിനെക്കൊണ്ടാണ് എന്റെ മോളെ കെട്ടിക്കുന്നത്. ഈ പയ്യൻ നമ്മളെ മോള് മാലതി കെട്ടി കഴിഞ്ഞാല് ഇവന്റെ റാപ്പും അളിന്റെ കോപ്പും വെച്ച് നമുക്ക് നല്ലൊരു ട്രൂപ്പ് തുടങ്ങാം. അപ്പൊ നല്ല സ്കോപ്പായിരിക്കും. എന്തായാലും കോപ്പാകട്ടെ. മോന്റെ പേരെന്താ? ഫെനി. പാരസെറ്റമോൾ ഒരെണ്ണം കൊടുത്തോ.
ഈ ചെറുക്കന് പനിയാണെന്ന്. ഹലോ അത് പനിയല്ല, അത് ഫെന്. മോന് നേരത്തെ പേര് അനിയെന്നായിരുന്നു. ഉവ്വ് ഉവ്വ്. അപ്പൊ റാപ്പിലോട്ട് കയറിയപ്പോ ഒരു സ്റ്റൈലിന് വേണ്ടിട്ട് ഫെനി എന്നാക്കിയാറ്. എനിക്ക് പനിയെന്നാ തിരിഞ്ഞത്. ഡാഡി ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞതുകൊണ്ടൊന്നും തോന്നരുത്. എന്നാ പിന്നെ തോന്നണം പിന്നെ പറയണ്ടല്ലോ. അല്ല, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാ പറഞ്ഞോണ്ടിരിക്കും. ഞങ്ങളെ ഒരു പേര് കേട്ട ഫാമിലി ഉള്ളവരാ. ആണോ? തൈക്കുടം ഫാമിലി എന്ന് കേട്ടിട്ടുണ്ടോ? തൈക്കുടം ബ്രിഡ്ജ് എന്ന് കേട്ടിട്ടുണ്ട്. അതല്ല, തൈക്കുടം ഫാമിലി. ആഹാ. ആ ഫാമിലിയുടെ താപഴിയാണ് ഞങ്ങൾ. ഓ അത് ശരി. അതിന്റെ താഴെ കൊള്ള വഴിയാ നിങ്ങൾ. മേളത്തെ വഴി അടച്ചു വെച്ചിരിക്കാം. എന്റെ അളിയ അവരെ തറവാട്ടിനെ കുറിച്ച് അവര് പറഞ്ഞതാ. അങ്ങനെയാണോ? അതെ, നമ്മുടെ വാസവൻ അളിയനും ഈ തറവാട്ട് മഹിനും ഒട്ടും മോശക്കാരനല്ല. Really? 108 മണിക്കൂർ നിർത്താതെ പാടി നാടൻ പട്ടിന്റെ അവാർഡ് വാങ്ങിച്ച ആളാ. നമ്മൾ തറവാട്ടിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയ ലിംഗ ബുക്കിൽ വന്ന ലിംഗ ബുക്കില്ല. ലിംഗ ബുക്ക് ലിംഗ അതിൽ വന്ന. അതായത് ഈ മേമനയില്ലം മേമനയില്ലം എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല കേട്ടിട്ടില്ല. ഇല്ല മോനും കേട്ടിട്ടില്ല. ഇല്ല അവര് കേട്ടിട്ടില്ല. എന്നാ കേട്ടു. മേമനയില്ല. അളി എന്തൊക്കെയാണ് പറയുന്നത്? കേട്ടില്ലേ? ഇല്ല. അളിയെ കിടന്ന് കീറി വിളിക്കാതെ അല്ല അവർ പെണ്ണിനെ വിളിച്ചിറക്ക, പെണ്ണുകളെ ചടങ്ങ് തുടങ്ങാന്ന്. മോളെ ഇറങ്ങി വാടി. ഇതാണ് നല്ല ബെസ്റ്റ് ഡാൻസ് ഏരിയ. അയ്യോ അതെങ്ങനെ മനസ്സിലായി? തുള്ളൻ ഡാൻസ് ആണല്ലേ? അതെ അതെ. തുള്ളി തുള്ളി ഗ്ലാസ്സിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും. എന്നാ ചാട്ട് പാടി ആടിയത്. അയ്യോ പിന്നെ മോനെ, എന്റെ മോന്റെ ഭാഗ്യവാ എന്നെ മോളെ കിട്ടിയത്. അവള് നല്ലവളാടാ, നല്ലവള് മാലതി. പിന്നെ നമുക്ക് അപ്പുറത്തിരുന്ന ഈ പരിപാടി അങ്ങ് ബുക്ക് ചെയ്താലോ? കമ്മിറ്റി ഓഫീസിൽ പോവാം. അയ്യോ അതെ, വേറെ തോന്നരുത്. അളിയ നാടൻ പാട്ടുകാരന് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട ആളാണല്ലോ. അപ്പൊ അകത്ത് ചെന്നിരുന്ന് ശ്രീരക്തത്തെ കുറിച്ച് സംസാരിക്കുന്ന അളിയൻ പറഞ്ഞു. എനിക്ക് സമിതിയുണ്ട്. വാഴത്തട നാടൻ കലാസമിതി. ആണോ? കേട്ടിട്ടുണ്ടോ? ഇല്ല മോൻ കേട്ടിട്ടില്ല? ഇല്ല ഇവിടെ കേട്ടിട്ടില്ല. ഇവര് കേട്ടിട്ടില്ല. വാഴത്തട നാടൻ കലാസമിതി. അവര് പറയട്ടെ. ഞാൻ ചങ്ങലൊക്കെ കാണാം. ഇത് അതെ, എന്തേലും ഒന്ന് പറയാമോ? ഇങ്ങോട്ട് വാളി, അവർ സംസാരിക്കട്ടെ. പയ്യൻ കേട്ടില്ല. വാഴത്തട എക്സ്ക്യൂസ് മീ, എന്താ പേര്? മാലതി. ഓ ഫെനി മാലതി. ഓ നൈസ് നെയിം. പിന്നെ എന്നെ ഇഷ്ടപ്പെട്ടു. മടിക്കണ്ട. ഉള്ളിന്ന് പറ, ഉള്ളിന്ന് പറ, ഉള്ളിന്ന് പറ. ഉള്ളി. ഉള്ളിയാ? അച്ഛൻ വാഴത്തട മോള് ഉള്ളിയാ? അതല്ല, അയ്യോ ഉള്ളിന്ന് പറയാനല്ല പറഞ്ഞത്. ഉള്ളിന്ന് ഇങ്ങനെ ഫീൽ, ഇങ്ങനെ ഫീലിങ്സ് പറയാൻ ഇഷ്ടപ്പെട്ടു. തെറ്റിദ്ധരിച്ചു. പിന്നെ അങ്ങനെ പറയാണെങ്കി അച്ഛന്റെ അമ്മയുടെ നിർബന്ധം കൊണ്ടാ ഞാൻ ഈ ചടങ്ങിനൊക്കെ സമ്മതിച്ച്. അല്ലാണ്ട് എനിക്ക് കാട് പിടിച്ച് ചേട്ടനെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. മുടിയും വളർത്തിയത് ഇതുപോലെ. അത് നമ്മുടെ സ്റ്റൈലാണ്. പിന്നെ എന്താണ് നമ്മളുടെ ഈ അംബീഷൻ? എന്റെ അംബീഷൻ? അയ്യോ എന്റെ അംബീഷൻ വേറൊന്നും അല്ല. നല്ല വലിയ പാട്ടുകാരനെ എനിക്കൊന്ന് കല്യാണം കഴിക്കണം. ബാക്കി അച്ഛനെ പോലെ വാഴത്തടയില്ല പാട്ട്. നൈസ്. ഞാൻ നല്ലൊരു സിംഗറാണ് മോളെ. അച്ഛൻ പറഞ്ഞായിരുന്നു. ആണല്ലേ? ഞാൻ നല്ല ബെടുക്കട്ടെ തീർക്കുന്ന സിംഗറാണ് ഞാൻ. എന്നെങ്കിൽ എനിക്കൊരു പാട്ട് പാടിത്തരും പ്ലീസ്. ഇല്ലല്ല, ഞാൻ ഗസ്റ്റ് അല്ല. അപ്പൊ മോള് സിംഗ്, ആദ്യം സിംഗ്, എന്നിട്ട് ഞാൻ സിംഗാം. എന്താ? ഫസ്റ്റ് മോളൊന്ന് പാടും, എന്നിട്ട് ഞാൻ പാടാന്ന് പറഞ്ഞത്. അതിനാണല്ലേ സിംഗ്. എന്തൊരു ഇംഗ്ലീഷ് എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ പാടാം. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് എന്റെ മോടെ പാട്ട്? എങ്ങനെയുണ്ട്? നൈസ് നൈസ് നൈസ്. ഞങ്ങളുടെ വാഴത്തട ഈ കലാസമിതിയിലെ മെയിൻ ഗായികയാണ് എന്റെ മോള്. നൈസ്. അടിപൊളി പാട്ടാണ്. ഈ പാട്ട് കേട്ട സ്ഥിതിക്ക് കാരണവരെ മോന്റെ ഒരു പാട്ട് കേട്ടാ കൊള്ളാമെന്നുണ്ട്. കൊള്ളാം മോനെ.
എന്നാ നമുക്ക് കലക്കിയാലോ? ആ അലക്കാനും വാ, അപ്പുറത്ത് വാ. ഈ മുണ്ടൂടൊന്ന് എടുത്ത് അലക്കിക്കോ. എന്തോ അലക്കാൻ പോയില്ലേ? ഈ പാവാട അമ്മയുടെ എടുത്ത് നൈറ്റി കൊടുക്ക്. എടുത്ത് കൊടുക്ക്. കറക്റ്റ് അവിടെ എടുത്ത് ഇരിപ്പില്ലേ? കൊടുക്ക്. നീ അലക്കാം. അതല്ല പറഞ്ഞത്, നമ്മുടെ ഒരു സ്റ്റൈലിൽ പറഞ്ഞതാണ്. അലക്കാതെ ഒരു പാട്ട് അവിടെ കീച്ചാണ്. ഓ നാടൻ ശൈലിയാണ്. അതാണ്. പയ്യനും അച്ഛനും എല്ലാം എന്തോ ഒരു വല്ലാടിക പോലെ അല്ലേ? കുഴപ്പമില്ല. Okay. മോന്റെ പാട്ട് പഠിക്കോ, കേക്കട്ടെ. അവര് സ്വന്തമായിട്ട് പറയാ സൂപ്പർ എന്ന്. എന്ത് സൂപ്പർ നിങ്ങൾ എങ്ങനെയൊക്കെ പാടി കഴിഞ്ഞാല് നമ്മളെ മോളും നമ്മൾ അളിയനും കൂടി പാടുന്ന ആ ടൈപ്പിൽ വരത്തില്ല, എത്തത്തില്ല. നിങ്ങൾ തോറ്റു പോകും. അല്ല, ഈ പാട്ടിന് എന്താണ് കുഴപ്പം? എന്താ ഇത് കുഴപ്പമൊന്നുമില്ല. ടേപ്പ് റിക്കാർഡിൽ കാസറ്റ് കുറുക്കുന്നല്ലേ? അളിയ ഒരു കാര്യം ചെയ്യാം, നമ്മളെ നാടൻ പാട്ടും ഇവിടെ റീമിക്സ് നമ്മളെ ഇത് റോപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊരു സംഗീത കച്ചേരി വെച്ചാലോ? നല്ലൊരു കോപം കഴിയും. അപ്പൊ ആരാ നല്ലൊരു പാടുന്ന അറിയാമല്ലോ. കോമ്പറ്റീഷൻ അത് വിളിക്കല്ലേ? ഞാൻ പാടി തുടങ്ങാം. ഞാൻ പാടി തുടങ്ങാം. എങ്ങനെയുണ്ട്? എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? എനിക്കൊന്നും ഇഷ്ടമായില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് നാടൻ പാട്ടെന്ന് പറയുമ്പോൾ മണ്ണിന്റെ മണമുള്ള, മണ്ണിന്റെ ഗന്ധമുള്ള, നല്ല ഈടമുള്ള, നല്ല വരികളുള്ള പാട്ടുകളാണ് എന്റെ മനസ്സിൽ. ഇതാണ് എനിക്ക് വേണ്ടത്. ഉള്ളിക്ക് വാഴത്തറ മണ്ണ് നോക്കുകയാണല്ലേ ഞാൻ. ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കിയോ. അയ്യാ അവരെ വിളിച്ച് ഇറക്കി വിട്ടോ. അയ്യോ എന്നെ പറയാൻ കൊടുക്കത്തില്ല. അങ്ങനെ പറയല്ലേ. കല്യാണം നടത്തി കൊടുക്ക്. കല്യാണം നടത്തി കൊടുക്കാൻ കൈ വിടുള്ളൂ. പിടിച്ചോ, രണ്ടുപേരും പൊക്കെ അവിടെ പോയി ജീവിച്ചോ. എന്റെ മോളെ തരത്തില്ല. നീ വെക്കോ. മോളെ കൊണ്ട് കെട്ടിക്കാനാ പറഞ്ഞത്. എന്റെ കെട്ടിക്കാനാ ഇതാണ് പാട്ടം, ഇതാണ് പാട്ടുകാരൻ. അളിയനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നിനക്കിട്ട് ഞാൻ തരാം. മണിക്കിണറ്റിൽ വളക അച്ഛാ ആശുപത്രി പോണോ? പൊന്നുമോനെ, ഇങ്ങനെ നീ പാടുമെന്ന് അച്ഛൻ വിചാരിച്ചില്ല. സാധ്യം എന്റെ മോള് അത് നിനക്കുള്ളതാവോ? അച്ഛാ, എന്തോ? ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാം. നാടൻ പാട്ട് കേൾക്കുന്നുള്ളവർ നാടൻ പാട്ട് കേൾക്കട്ടെ, ഈ റാപ്പ് കേൾക്കുന്നുള്ളവർ റാപ്പ് കേൾക്കട്ടെ. ഞാൻ നല്ലവണ്ണം നാടൻ പാട്ട് പാടുന്ന ആളാ. പക്ഷെ ഈ റാപ്പ് പാടിയ ശേഷം എനിക്ക് സിനിമയെ ചാൻസ് കിട്ടി. എന്താ പോള വിസം എന്നറിയാം. ഇപ്പോഴാണ് ഞാനൊന്ന് ഹിറ്റ് ആയത്. ഇത് നിനക്കുള്ളതാ, നിന്റെ സ്വത്താണ്. ഇനി വിട്ടേ വിട്ടേ, കല്യാണം കഴിച്ചാൽ മതി. എന്തായാലും ഒരു കാര്യം ചെയ്യ്. അളിയനെ ചെറുക്കന് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമ്മളെ ചെറുക്കനും മോളും കൂടി ചേർന്ന് ഒരു അടിപൊളി പാട്ട് പാടി കഴിഞ്ഞാൽ സന്തോഷമായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇവനാരോടെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. അളിയ പശുവും ചത്ത് മോരല്ല പുളിയും പറ്റി എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോ വന്നിരിക്കുക. അമ്മാവാ, എങ്ങനെ എന്റെ റാപ്പ് സോങ് ഇനിയെങ്കിലും എന്റെ മാലതി എനിക്ക് കെട്ടിച്ച് താ. അച്ഛാ, ഇതാരാ ഇത്? ഇവനറിയത്തില്ലേ? ഇല്ല. ഇവനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇല്ല.
കേട്ടിട്ടുണ്ടോ? ഏയ് ആരേത്? മരുമോനെ കേട്ടിട്ടില്ല? ഇല്ല. എന്നാ കേട്ടോ. എന്റെ മരുമോ, എന്റെ മരുമോ, എന്റെ മരുമോ. കൊള്ളാം.